വർഷം തോറും കേരളത്തിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനായിട്ട് അന്യ രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറുന്ന പതിവ് തുടങ്ങിയിട്ട് കുറെ നാളായി. അവർ എന്തുകൊണ്ടാണ് കേരളം വിട്ട് വിദേശ രാഷ്ട്രങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നിലവാരം കുറഞ്ഞു പോയതുകൊണ്ടല്ല. വിദേശത്തെ പല വിദ്യാഭ്യാസ മേഖലയെക്കാളും പല സർവകലാശാലകളെക്കാളും നിലവാരം ഉയർന്നു നിൽക്കുന്ന സർവകലാശാലകളാണ് കേരളത്തിലുള്ളത്, ഇന്ത്യയിലുള്ളത്. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവർ അന്യ രാഷ്ട്രങ്ങളിലേക്ക്, പ്രത്യേകിച്ചും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർ, പുതിയ തലമുറയിൽപ്പെട്ടവർ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത് എന്നതിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസം പൂർത്തിയായി പുറത്തു വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ അന്യ രാഷ്ട്രങ്ങളെ സമീപിക്കുന്നത്. അവിടെ പല കോഴ്സുകൾക്കും പഠിക്കുന്നതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കാവുന്ന സംവിധാനങ്ങളും നിലനിൽക്കുന്നു. കേരളത്തിലാവട്ടെ അതില്ല. അതും ഒരു പ്രധാന കാരണമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിദേശ രാഷ്ട്രങ്ങളിൽ പോകുന്നത്. മാത്രമല്ല, അവർ വൻ തുകകൾ മുടക്കി വിദേശങ്ങളിൽ പോയി പഠിക്കുമ്പോൾ പലപ്പോഴും ഇവിടെ മിനിമം ആവറേജ് മാർക്ക് മാത്രം വാങ്ങിച്ചിട്ടുള്ള കുട്ടികളാണ് മിക്കപ്പോഴും വിദേശ രാഷ്ട്രങ്ങളിൽ പോയി അഡ്മിഷൻ വാങ്ങിച്ച് അവിടെ പഠനം നടത്തുന്നത്. പലപ്പോഴും വളരെ അല്ലെങ്കിൽ ഉയർന്ന ശതമാനം മാർക്ക് അവർക്ക് ലഭിക്കാറില്ല. താരതമ്യേന ആവറേജിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മാർക്ക് ശതമാനം മാത്രമേ അവർക്ക് ലഭിക്കാറുള്ളൂ. എന്നാൽ അവിടെ മറ്റ് സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പണം അടക്കം ഉള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പണം കൊടുത്തുകൊണ്ട് ഉയർന്ന ശതമാനം മാർക്ക് നേടിയ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടാണ് പലരും കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് കേരളത്തിൽ ഒരു പ്രത്യേക വിദേശത്ത് നിന്നും പഠിച്ചു വരുന്ന പ്രൊഫഷണൽ കോഴ്സ് പാസ്സായി വരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലെ ഒരു ടെസ്റ്റ് കൂടി പാസ്സാവണമെന്നുള്ള നിബന്ധന കൊണ്ടുവരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. വിദേശങ്ങളിൽ പഠിക്കുകയും അവിടെ ആവറേജ് മാർക്ക് മാത്രം ലഭിക്കുകയും എന്നാൽ ഉയർന്ന മാർക്ക് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ വരുന്ന, പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിൽ പഠിച്ചു വരുന്നവർക്ക് ഇവിടെ ഒരു ടെസ്റ്റ് നടത്തുന്ന സംവിധാനം കൊണ്ടുവന്നത്. ഇതെല്ലാം തെളിയിക്കുന്നത് വിദേശ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയല്ല വിദേശ രാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ രീതി എന്നാണ് അനുമാനിച്ചത്. എങ്കിലും ഇന്നും വിദ്യാർത്ഥികൾ വിദേശ രാഷ്ട്രങ്ങളിൽ പോയാണ്, പ്രത്യേകിച്ചും മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ,
അതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെയും വിദേശത്ത് പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്നത് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവർ പലരും തിരികെ വരാൻ താല്പര്യപ്പെടുന്നില്ല. അവിടുത്തെ കുടിയേറ്റക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. അവരെ ആഗ്രഹിക്കുന്ന അവസരങ്ങൾ അവർക്കവിടെ ലഭിക്കുന്നു. അവരെ ആഗ്രഹിക്കുന്ന വേതനം അവർക്കവിടെ ലഭിക്കുന്നു. അതുപോലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഇവിടത്തെ പോലെ അല്ല. അവിടുത്തെ വിശാലമായ അന്തരീക്ഷത്തിൽ അവർക്ക് ഒരു പരിധിവരെ വളരെയധികം സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അവിടെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത അവരുടേതായ ഒരു നിലവാരത്തിൽ, അവരുടേതായ ഒരു സ്വാതന്ത്ര്യ പശ്ചാത്തലത്തിൽ അവർക്കവിടെ ജീവിക്കാനും അതിന് അവർ ജോലി ചെയ്യുന്നതിന് ആനുപാതികമായി പണം വേതനം ലഭിക്കുന്നതിനുള്ള സംവിധാനവും എല്ലാം അവിടെ നിലവിലുള്ളത് കൊണ്ടാണ് പലരും വിദേശങ്ങളിൽ പോയി പഠിക്കുകയും അവിടെ തന്നെ അവർ തൊഴിൽ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ആരായുകയും അവിടുത്തെ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അവിടെ തന്നെ സ്ഥിരം താമസിക്കുന്ന ഒരു നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു. വീട്ടിലുള്ള പ്രായം ചെന്ന അച്ഛനമ്മമാരെ വല്ല വൃദ്ധസദനത്തിലോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സർവൻസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ കുടുംബത്തിലൊരു അത്യാവശ്യമുണ്ടായാൽ, മരണം പോലുള്ള ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായാൽ അവർ ഒരിക്കൽ പോലും തിരികെ വന്ന് ആ മരണപ്പെട്ട ആളിന്റെ ഭൗതിക ശരീരം കാണുന്നതിനുള്ള താല്പര്യം അവർക്കുണ്ടാകാറില്ല. അവർ വേറൊരു മാനസികാവസ്ഥയിലാണ് വിദേശ രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്നത്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൃദ്ധ ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായവരെ നോക്കാൻ ആരുമില്ല. മക്കളെല്ലാം വിദേശത്ത് ജോലി ചെയ്യുന്നു. അവരെ ശ്രദ്ധിക്കുന്നതിനോ സമയാസമയങ്ങളിൽ ആഹാരം കൊടുക്കുന്നതിനോ സമയാസമയങ്ങളിൽ വൈദ്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ഒന്നും നാട്ടിൽ ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ്, ഒരു പ്രത്യേക മാനസിക സംഘർഷ അവസ്ഥയിലാണ് ഇവിടുത്തെ പല വൃദ്ധജനങ്ങളും കഴിഞ്ഞുകൂടുന്നത്. അവർ പലതും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. എല്ലാം മനസ്സിലൊതുക്കി ഒരു പൊട്ടാനിരിക്കുന്ന അഗ്നിപർവ്വതം പോലെയാണ് അവർ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. ഇതിന്റെ എല്ലാം കാരണം വളരെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള, വരും തലമുറയിലെങ്കിലും അത് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമം അത് സർക്കാർ തലത്തിലായാലും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളായാലും സാംസ്കാരിക സംഘടനകളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ഇതെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ഇനിയെങ്കിലും വരും തലമുറയെങ്കിലും ഇതിൽ നിന്നെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിത രീതി അച്ഛനോടും അമ്മയോടും വേണ്ടപ്പെട്ടവരോടും നാടിനോടും രാജ്യത്തിനോടുമെല്ലാം കടമപ്പെട്ട പ്രതിബദ്ധതയുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു ശ്രമം, വളരെ ജാഗ്രതയോടെ കൂടി ആ ശ്രമം നടത്തിയില്ലെങ്കിൽ കേരളം ഒരു വൃത്ത ഗ്രാമമായി മാറുന്ന കാഴ്ച ദയനീയമായി നോക്കി നിൽക്കേണ്ടി വന്ന സാഹചര്യം വളരെ അകലെ അല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ
പത്രാധിപരുടെ കുറിപ്പ് ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.